ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ചൂട് സമയത്ത് ധാരാളമായിട്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കെയറിംഗ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ടെറസിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും സാധാരണയായിട്ട് വിത്ത് പാകി മുളപ്പിച്ചാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. പക്ഷേ വള്ളികൾ മുറിച്ചും ഇതിൻ്റെ പുതിയ തൈകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് ആരോഗ്യമുള്ള കമ്പ് മുറിച്ചിട്ട് നടാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ വിത്തിട്ടാണ് കിളിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പാകി മുളപ്പിച്ചതിന് ശേഷം നടുന്നതാണ് നല്ലത്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടി നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദിവസവും നനച്ചു കൊടുക്കുന്നതും ചെടിക്ക് വളരെ നല്ലതാണ്. വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് നമ്മൾ ചെടി നടുന്നതെങ്കിൽ കായ്കൾ ഉണ്ടാവാനും താമസിക്കുന്നതാണ്. നമ്മുടെ ചെടിയിൽ കാര്യമായിട്ടുള്ള കീടശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ പോലും ചില സമയങ്ങളിൽ ഇതുപോലെ കായ്ച്ച കുത്തിയിട്ട് ചുരുണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഫിറമോൺ കെണികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. അത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കെട്ടിയിടുന്നത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങളിത് നോക്കിയാൽ തന്നെ അറിയാം, ഇതിനകത്ത് നിറയെ കാഴ്ചകൾ വന്നിട്ടുണ്ട്. ഈ കെണിക്ക് കീടങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കൃഷിയിടങ്ങളിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചൂട് സമയത്ത് ധാരാളം കായ്കൾ ഉണ്ടാവാനായിട്ട് എന്ത് വളപ്രയോഗമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടി എന്ന് പറയുന്നത് ടെറസിൽ പടർത്തി വിട്ടേക്കുകയാണെങ്കിലും നമ്മൾ തറയിലാണ് ഇത് നട്ടിരിക്കുന്നത്. നമ്മൾ നടുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വളം ചെയ്യണം. നമ്മൾ നട്ട സമയത്ത് അന്ന് ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിനി വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് കൊടുക്കുക. നമ്മൾ നല്ലപോലെ വളം ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ വിളവ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്ന വളം സൂപ്പർ മീൽ ജൈവവളമാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ലെതർ മീൽ ഇവയുടെ മിക്സാണ്. ഇപ്പോൾ ഇതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിടുന്നത് നല്ലതാണ്. നമ്മൾ ഈ വളം ചുറ്റും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിയില കൂടെ ഇട്ട് കൊടുക്കുക. കരിയില നല്ല വളവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടിക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് ഈ കരിയില സഹായിക്കുന്നതാണ്. സോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ നനച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ പാഷൻ ഫ്രൂട്ടിൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ചെടിയിൽ പൂക്കളും കായകളും ഉണ്ടാകുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലകൾ കൂടുതലുള്ളത് കുറച്ച് നുള്ളി കളയുകയോ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യുകയാണെങ്കിലും കായ്ഫലങ്ങൾ കൂടുതൽ ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടി നടുക, വെള്ളം ഡെയിലി കൊടുക്കുന്നത് ചെടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ വളപ്രയോഗവും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ ധാരാളം പാഷൻ ഫ്രൂട്ട് പിടിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ട് പ്ലാന്റിനെ നിങ്ങൾ എല്ലാവരും നട്ട് വളർത്തുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.